എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ യൂൺടെക്കിനെ അതേപോലെ തന്നെ ഗോബിളിനെയും കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ യൂൺടെക്കിനെ നമ്മുടെ ഗോബിളിൻ്റെ വാളൂരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കിസ് ചെയ്യും. എന്നിട്ട് അവൾ വീണ്ടും വാളൂരാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അപ്പോഴും അത് നടക്കത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോബിളിൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയും, ഇനി നീ എൻ്റെ വാളൂരണ്ട എന്ന്. ഇവിടെ നമ്മുടെ യൂൺടെക്കാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യും. അവൾ പറയും, ഞാനിനി വാളൂരാത്തിൻ്റെ പേരിൽ നിങ്ങളെങ്ങാനോ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്ന്. അപ്പോൾ നമ്മളുടെ ഗോബിളിൻ പറയും, ഞാൻ നിന്നെ വീട്ടിൽ നിന്നൊന്നും പുറത്താക്കത്തില്ല എന്ന്. അങ്ങനെ രണ്ടെണ്ണവും കൂടി തിരിച്ചവരുടെ വീട്ടിലായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ നമ്മുടെ ഗ്രിം റീപ്പറിനെ ഡിയോക്കിനെയും കാണിക്കും. അവിടെ ഡിയോക്കാണെങ്കിൽ ഇങ്ങനെ അവൻ്റെ ക്രെഡിറ്റ് കാർഡ് നോക്കിയിരിക്കാൻ നേരത്ത് നമ്മുടെ ഗ്രിം റീപ്പർ അവിടെ പറയും, ഇനി നമ്മളുടെ ഗോബിളിന് ഒരിക്കലും തിരിച്ചു വരത്തില്ല, അവന് മുക്തി കിട്ടിയെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡിയോക്ക് ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. അവനാണെങ്കിൽ പറയും, എനിക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, എനിക്ക് എൻ്റെ അങ്കിളിനെ തിരിച്ചു കിട്ടിയാൽ മതിയെന്ന്. ഇതും പറഞ്ഞിട്ട് അവൻ ആ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് വലിച്ചെറിയുന്നതും കറക്റ്റായിട്ട് അവിടേക്ക് നമ്മളുടെ ഗോബിളിന് യൂൺടെക്കും വരും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്ന ഒട്ടും പ്രതീക്ഷയില്ല. അവൻ എഴുന്നേറ്റ് എന്നിട്ട് ചോദിക്കും, ഗോബ്ലിൻ നിങ്ങൾ മരിച്ചില്ലേ, നിങ്ങൾ മരിക്കാൻ പോകുന്നതല്ലേ പറഞ്ഞ്. ഉടനെ തന്നെ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ഡിയോക്കിനെ വന്ന് അങ്ങ് കെട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ ഡിയോക്കാണെങ്കിൽ ചോദിക്കും, അങ്കിൾ നിങ്ങൾ പോയില്ലേ എന്ന്. അപ്പോൾ നമ്മുടെ ഗോബ്ലിൻ പറയും, ഇല്ലട മോനെ ഞാൻ പോയിട്ടില്ല, എന്തായിരുന്നാലും ഞാൻ നിനക്കൊരു ക്രെഡിറ്റ് കാർഡ് തന്നില്ലേ, ആ ക്രെഡിറ്റ് കാർഡ് ഇങ്ങ് തിരിച്ചു തന്നേരേ എന്ന്. അപ്പോൾ നമ്മളുടെ ഡിയോക്ക് പറയാൻ തുടങ്ങും, നിങ്ങളാണെങ്കിൽ ഒരു ഗോബ്ലിനല്ലേ, നിങ്ങൾക്ക് എന്തിനാ ക്രെഡിറ്റ് കാർഡൊക്കെ, നിങ്ങൾ എന്തായിരുന്നാലും പോകാൻ തീരുമാനിച്ചില്ലേ, ആ കാർഡങ്ങ് എനിക്ക് തന്നൂടെ എന്ന്. എന്നാൽ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡിയായിരുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ഗ്രിം റീപ്പറിൻ്റെ അടുത്തും യൂൺടെക്കിൻ്റെ അടുത്തും പറയും, യൂൺടെക് ഞാൻ നിനക്ക് വാങ്ങിച്ചെന്ന സാധനങ്ങളും ആ ചെക്കും എല്ലാം എനിക്ക് തിരിച്ചു വേണം. അതേപോലെ തന്നെ ഗ്രിം റീപ്പർ ഞാൻ നിനക്ക് തന്ന പ്രോപ്പർട്ടിയും എനിക്ക് വേണം എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൺടെക്കാണെങ്കിൽ ഇത് കേൾക്കുന്നത് ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അവളാണെങ്കിൽ ചോദിക്കും, നിങ്ങളല്ലേ കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കത്തില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഗോബ്ലിൻ പറയും, ഞാൻ നിന്നെ പുറത്താക്കത്തില്ല എന്ന് പറഞ്ഞത് സത്യമാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു തന്ന സാധനങ്ങളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റത്തുള്ളൂ. ഇത് കേൾക്കുന്ന നമ്മുടെ യൂൺടെക്കാണെങ്കിൽ ഗോബ്ലിൻ്റെ അടുത്ത് ഐ ലവ് യു പറയും. അതേസമയം തന്നെ ഇത് കണ്ടിട്ട് നമ്മുടെ ഗ്രിം റീപ്പർ വിചാരിക്കും, ഐ ലവ് യു പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ചേഞ്ച് ആക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മുടെ ഗ്രിം റീപ്പറും നമ്മുടെ ഗോബ്ലിൻ്റെ അടുത്ത് ഐ ലവ് യു പറയും. ഇത് കേൾക്കുന്നേ ഗോബ്ലിനാണെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ഡിയോക്കിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അയാളാണെങ്കിൽ അവിടെ പറയും, ഗോബ്ലിൻ നിങ്ങൾ മരിക്കേണ്ട ആളൊന്നുമല്ല, നിങ്ങൾ കുറച്ച് കാലം കൂടി ജീവിക്കണം, എന്നിട്ട് നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി നിങ്ങളുടെ മാജിക്കിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കണം, അങ്ങനെ കുറച്ച് പേരെങ്കിലും നന്നായിട്ട് ജീവിക്കുമല്ലോ. ഇവിടെയാണെങ്കിൽ നമ്മളുടെ ഡിയോക്കിൻ്റെ അച്ഛൻ പറയുന്ന ആരെ പറ്റിയിട്ടാണെന്നറിയാവോ, അയാളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളിനെ പറ്റിയിട്ടാണ്. അയാളെ ആണെങ്കിൽ നമ്മുടെ ഗോബ്ലിൻ പണ്ടൊരിക്കൽ രക്ഷിച്ചിട്ടുണ്ട്. അയാൾക്കാണെങ്കിൽ നല്ലതുപോലെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ ആൾക്കാണെങ്കിൽ നമ്മുടെ ഡിയോക്കിൻ്റെ അച്ഛനാണെങ്കിൽ ജോലിയും കൊടുത്തു. എന്നാൽ ഇതിനെ പറ്റിയിട്ടൊന്നും ആ മാനേജർക്ക് അറിയത്തില്ല. അയാൾ വിചാരിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ വയസ്സാവാതെ എപ്പോഴും ഒരേപോലെ ഇരിക്കുന്ന ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളിനെ പോലെയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ യൂൺടെക്കാണെങ്കിൽ ഇങ്ങനെ നടന്നു വരാൻ നേരത്ത് ഗ്രിം റീപ്പർ അവളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്ന എന്താണ് സംഭവിച്ചതെന്ന്. അങ്ങനെ നമ്മുടെ യൂൺടെക്കാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവൾ പറയും, ഞാനാണെങ്കിൽ ഗോബ്ലിൻ്റെ വാള് വലിച്ചുരാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തു, എന്നാൽ അതാണെങ്കിൽ എന്നെ കൊണ്ട് പിടിക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ പ്രണയത്തിൻ്റെ കുറവുണ്ട് എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ പറയും, ഞാൻ യഥാർത്ഥത്തിൽ വിചാരിച്ചത് നിങ്ങളുടെ ആരെങ്കിലും ഒരാളെ തിരിച്ചു വരത്തോളൂ എന്ന്. ഉടനെ എന്നെ യൂൺടെക്ക് പറയും, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്, വാൾ ഉരുക്കഴിഞ്ഞാൽ ഗോബ്ലിൻ പിന്നെ എന്നെ തിരിച്ച് ഈ വീട്ടിലോട്ട് കൊണ്ടുവരത്തില്ല, എന്നെ അവിടെ കളഞ്ഞിട്ട് വരുമെന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഗ്രിം റീപ്പറിന് ഒരു കാര്യം മനസ്സിലാവും. അതായത് നമ്മുടെ യൂൺടെക്കിനാണെങ്കിൽ ഗോബ്ലിൻ്റെ വാൾ ഉരുക്കഴിഞ്ഞാൽ അവൻ മരിച്ചു പോകും എന്നുള്ള കാര്യത്തിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗോബ്ലിനും യൂൺടെക്കും ഗ്രിം റീപ്പറും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ ഗോബ്ലിൻ പറയും, ഇപ്പോൾ നമ്മളുടെ ചിലവെല്ലാം വലുതായിട്ട് കൂടിക്കൂടി വരുവാണ്, മൂന്നാമതൊരാൾ വന്നതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ ഒരുപാടുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൺടെക്ക് പറയും, ഞാൻ എല്ലാ പാത്രവും കഴുകിക്കോളാം എന്ന്. അങ്ങനെ നമ്മുടെ യൂൺടെക്കാണെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ ഗോബ്ലിൻ അവളുടെ പരിസരത്തൂടെ നടന്നിട്ട് പറയും, ഇവിടെയാണെങ്കിൽ ഇപ്പോൾ തുണിയും ഒരുപാട് കഴുകാനുണ്ട്, ഡ്രൈ ക്ലീനറിനെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം പൈസയാണ്. ഇത് കേൾക്കുന്നത് നമ്മുടെ യൂൺടെക്ക് പറയും, ഓക്കെ ഞാൻ തുണിയെല്ലാം കഴുകിക്കോളാം എന്ന്. സത്യത്തിൽ ഇവളിതെല്ലാം ഏറ്റുപിടിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്, അതിൻ്റെ ഒറ്റ റീസൻ്റെ പേരില്ല. അങ്ങനെ നമ്മുടെ യൂൺടെക്കാണെങ്കിൽ തുണിയൊക്കെ കഴുകിയിട്ട് ഗോബ്ലിൻ്റെ അടുത്തായിട്ട് വന്നിട്ട് അവൻ്റെ മുഖത്തായിട്ട് തുണി പിഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ യൂൺടെക്ക് പറയും, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യമല്ലേ, നിങ്ങളുടെ വാൾ ഊരാത്തതിൻ്റെ പേരല്ലേ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, അല്ല നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗോബ്ലിൻ പറയും, അത് ഒരു രസം അതുകൊണ്ടാണ് എന്ന്. അപ്പോൾ നമ്മുടെ യൂൺടെക്കാണെങ്കിൽ പറയും, നിങ്ങൾ നേരത്തെ പറഞ്ഞു എന്തുവാ എൻ്റെ കൂടെ ചിലവിട്ട സമയമെല്ലാം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര പ്രഷ്യസ് ആണ് എന്നല്ലേ, എന്നിട്ട് എന്തിനാ നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗോബ്ലിൻ പറയും, ഇപ്പോഴും എനിക്ക് അതേപോലെ തന്നെയാണ് എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൺടെക്കിന് കുറച്ച് സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ യൂൺടെക്ക് അവന് വേണ്ടിയിട്ട് ഒരു വലിയൊരു
ലിസ്റ്റ് തന്നെ എഴുതി കൊടുത്തില്ലായിരുന്നോ, അതിരുന്ന് വായിച്ചു വെക്കും. അതിനകത്ത് നമ്മുടെ യൂണ്ടൊക്കെ എഴുതിയേക്ക് തന്നെ എല്ലാം മഞ്ഞ് പെയ്യുന്ന സമയത്തും അവൾ വിളിച്ചു കഴിഞ്ഞാൽ അവളെ കാണാൻ വേണ്ടിയിട്ട് വരണോ എന്നാ. ഇതൊക്കെ വായിക്കുന്നത് നമ്മുടെ ഗോബിളിനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അവനിപ്പോൾ നല്ല മൂഡിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീം റീപ്പറും അതേപോലെ തന്നെ യൂണ്ടൊക്കെ കൂടി സംസാരിക്കുന്നതാണ്. അവളാണെങ്കിൽ ചോദിക്കും, എന്നാലും ഗോബിളിന് ഇപ്പോൾ എൻ്റെ അടുത്ത് എന്താണോ എന്തോ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, അവൻ്റെ വാളൂരാത്തതിൻ്റെ പേരിൽ അവൻ എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാനാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രീം റീപ്പർ ആണെങ്കിൽ പറയും, അത് വാളൂരാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിടയിൽ പ്രേമത്തിൻ്റെ ആവശ്യമുണ്ട്, ലവ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളായിരിക്കും. അങ്ങനെ നമ്മുടെ യൂണ്ടൊക്കെ അതേ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അതിലെ നമ്മുടെ ഗോബ്ലിൻ വരും. അവനാണെങ്കിൽ ചോദിക്കും, എന്നാലും യൂണ്ടക്ക് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു, നീ എന്നെ കിസ് ചെയ്ത കാര്യം ഗ്രിം റീപ്പറിൻ്റെ അടുത്ത് പറഞ്ഞു. ഇത് കേൾക്കുന്നത് നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ അങ്ങ് ഭയങ്കര ഷോക്കായിപ്പോൾ. ഉടനെ തന്നെ നമ്മുടെ യൂണ്ടക്ക് പറയും, ഞാൻ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളാണ് ഇപ്പോൾ ഇക്കാര്യം പറഞ്ഞത്, അല്ലാണ്ട് ഞാനല്ല എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ഗ്രിം റീപ്പറിന് അങ്ങ് ഭയങ്കര ദേഷ്യം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ കിസ് വരെ ചെയ്തു, എന്നാൽ അവനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ ഇപ്പോൾ ബിസിനസ് കാർഡ് ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ ഗ്രിം റീപ്പർ ഭയങ്കര സങ്കടത്തിലിരിക്കും. അങ്ങനെ അവനാണെങ്കിൽ റൂമിലായിട്ട് വന്നിട്ട് ഗോബ്ലിൻ്റെ അടുത്ത് പറയും, മര്യാദയ്ക്ക് ആ പെണ്ണിനെ ഇവിടെ ഒന്ന് പറഞ്ഞു വിട്ടണം, അവൾ നിന്റെ ബ്രൈഡൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ അവളെ ഇവിടെ പിടിച്ചിർത്തിയേക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ നല്ല സന്തോഷമുണ്ട്. യൂണ്ടൊക്കെ ആണെങ്കിൽ അവൻ്റെ വാളാണെങ്കിൽ വലിച്ചു ഊരിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവളിപ്പോൾ തിരിച്ചിവിടെ വരികയും ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാനും പറ്റും. അവൻ പറയും, ഞാനാണെങ്കിൽ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന്. ഉടനെ തന്നെ ഗ്രിം റീപ്പർ പറയും, എന്ത് വാക്ക് കൊടുത്താന്നാ നീ പറയുന്നത്, എന്തൊക്കെയായിരുന്നാലും അവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റത്തില്ല, നമുക്ക് പഴയതുപോലെ തന്നെ രണ്ടുപേർ കൂടി ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിച്ചൂടെ എന്നെ ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഗോബ്ലിൻ പറയാം, എടാ അങ്ങനെയല്ല, ഞാനാണെങ്കിൽ 900 വർഷം ഇങ്ങനെ ജീവിച്ചത് തന്നെ എൻ്റെ വാളൂരാൻ വേണ്ടിയിട്ടല്ലേ, ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്, യൂണ്ടങ്ങിനെ കൊണ്ട് അതിന് പറ്റും, എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗോബ്ലിന് ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞു കേട്ടാ അവൻ സത്യം ചെയ്ത കാര്യമൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേയും നമ്മുടെ ഗ്രിം റീപ്പറിനെ അതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണ്ടങ്ങിൻ്റെ എക്സാമാണ്. അവളാണെങ്കിൽ ഇപ്പോൾ എൻട്രൻസ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ ഗ്രിം റീപ്പറും ഗോബ്ലിനും ഡിയോക്കും കൂടി ചേർന്നിട്ട് നമ്മുടെ യൂണ്ടക്കിന് വേണ്ടിയിട്ടൊരു സർപ്രൈസ് കേക്ക് തന്നെ റെഡിയാക്കി വെച്ചേക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന്. ഇത് കാണുന്ന യൂണ്ടക്കിന് ഭയങ്കര സന്തോഷം. അവൾ അങ്ങനെ അപ്പോഴും തന്നെ ഒരു വിഷൊക്കെ ചോദിക്കും. അവളുടെ വിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോബ്ലിൻ്റെ കൂടെ അവൾക്കൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകണം. ഇത് കേൾക്കുന്നത് നമ്മുടെ ഗോബ്ലിന് അപ്പം തന്നെ അത് സമ്മതിച്ചു കൊടുക്കാൻ റെഡിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ നേരെ വന്ന് ഡ്യൂക്കിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എടാ എനിക്കാണെങ്കിൽ ഒരു ബിസിനസ് കാർഡ് വേണം, നീ അത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന്. അപ്പോൾ നമ്മുടെ ഡ്യൂക്ക് പറയാം, അതിൻ്റെ കമ്പനിയാണ് എനിക്ക് തന്നത്. ഉടനെ തന്നെ നമ്മളുടെ ഗ്രിം റീപ്പർ ചോദിക്കും, നീ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ ഓണറാണോ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഡ്യൂക്ക് പറയും, പിന്നെ ഇല്ലേ സണ്ണി നടത്തുന്ന കട എൻ്റെ കടയാ എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഗ്രിം റീപ്പറിനെ ചെറുതായിട്ട് ജലസൊക്കെ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഗ്രിം റീപ്പർ ആണെങ്കിൽ ഒളിച്ചും പാത്ത് നമ്മുടെ സണ്ണിനെ ഫോളോ ചെയ്യുന്നയാ. സണ്ണി ഇങ്ങനെ നടക്കാൻ നേരത്ത് ഒരുത്തരാണെങ്കിൽ വന്ന് അവളെ നല്ലതുപോലെ ശല്യം ചെയ്യാൻ നോക്കും. ഇത് കാണുന്നത് നമ്മുടെ ഗ്രിം റീപ്പറിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവൻ വേഗം തന്നെ അവൻ്റെ പവർ യൂസ് ചെയ്തിട്ട് അയാളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അപ്രതീക്ഷയാക്കിയും കളയും. ഇത് കാണുന്നത് നമ്മുടെ സണ്ണി ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗോബ്ലിനും യൂണ്ടൊക്കെ കൂടി ചേർന്നിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. ഏതാ സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ടു പൂസാനാണ്. അതിനകത്ത് നമ്മുടെ ഗോബ്ലിൻ തന്നെയാണ് അഭിനയിച്ചേക്കുന്നത്. അവനാണെങ്കിൽ ആ സിനിമ കാണുന്നത് ഭയങ്കരമായിട്ട് പേടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരോട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ യൂണ്ടൊക്കെ ചോദിക്കും, അല്ല എനിക്കൊരു ഡൗട്ടുണ്ട്, നിങ്ങളാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഡ്യൂക്കിന് ആ ക്രെഡിറ്റ് കാർഡും അതേപോലെ തന്നെ ഗ്രിം റീപ്പറിന് ആ പ്രോപ്പർട്ടി എഴുതി കൊടുത്തതിൻ്റെ കാര്യം എന്താ, നിങ്ങൾ തിരിച്ച് വരത്തില്ലായിരുന്നോ? അപ്പം നമ്മുടെ ഗോബ്ലിൻ പറയും, അത് നീ എൻ്റെ വാളൂരി കഴിഞ്ഞാൽ ഞാനൊരു ലോങ് ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുമായിരുന്നു എന്ന്. കൂട്ടത്തിൽ തന്നെ ഗോബ്ലിൻ പറയും, ഞാൻ എൻ്റെ യഥാർത്ഥ ബ്രൈഡിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഒരിക്കലും ഇവിടെ കാണത്തില്ല, ഞാൻ വേഗം തന്നെ ട്രിപ്പിന് പോകുമെന്ന്. അതായത് ഗോബ്ലിനോട് പറഞ്ഞു വെക്കുന്നതിന് നമ്മുടെ യൂണ്ടക്ക് അവൻ്റെ യഥാർത്ഥ ബ്രൈഡ് അല്ല എന്ന. ഇത് കേൾക്കുന്നത് നമ്മുടെ യൂണ്ടക്ക് അങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യൂണ്ടക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ നേരത്ത് അവളുടെ കളിക്കൂട്ടാനായിട്ടുള്ള ഒരുത്തനെ കാണുന്നതാണ്. അവളാണെങ്കിൽ ഇവനെ കാണുന്നത് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിക്കും. സത്യം പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗോബ്ലിനെ നല്ലതുപോലെ ജലസ് അടിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ വെച്ച് താമസിപ്പിക്കാണ്ട് വേഗം തന്നെ ആ ചെറുക്കനെ പേഴ്സണലി കാണാൻ വേണ്ടിയിട്ട് അവൻ എവിടെയാണോ ഡ്രസ്സൊക്കെ മാറുന്നത് ആ സ്ഥലത്തായിട്ട് വരും. അവിടെ വന്നിട്ട് നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ഈ ചെറുക്കനുമായിട്ട് കൂട്ടാവാൻ വേണ്ടിയിട്ട് നോക്കും. ഇവന്റെ പേര് ഡേഹി എന്നാണ്. അപ്പോഴാണ് നമ്മുടെ ഗോബ്ലിൻ മനസ്സിലാവുന്നത്. അതായത് ഗോബ്ലിൻ ഈ ചെറുക്കനെ കുഞ്ഞിലേയും കണ്ടിട്ടുണ്ട്. അവനാണെങ്കിൽ പിയാനോ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരുക്കി നിൽക്കാൻ നേരത്തെ ഇവന്റെ പിയാനോ കളഞ്ഞു പോവും. അങ്ങനെയാണ് ഇവനാണെങ്കിൽ സ്പോർട്സിനകത്തോട്ട് തിരിയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ചെറുക്കനാണെങ്കിൽ നമ്മുടെ ഗോബ്ലിനെ കാണുന്നേ തിരിച്ചറിയും. ഗോബ്ലിൻ അങ്ങ് ഒരുമാതിരിയായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഗോബ്ലിനാണെങ്കിൽ നമ്മുടെ ഗ്രിം റീപ്പറിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നതാണ്. അതായത് ഡേഹി എന്ന് പറയുന്ന ചെറുക്കനാണെങ്കിൽ പഴയ കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട്. അവൻ്റെ ആ
മെമ്മറീസ് ഒക്കെ അങ്ങ് മായച്ചു കളയണം എന്ന്. എന്നാൽ നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആവത്തില്ല. അങ്ങനെ നമ്മുടെ ഗോബിളിന് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവും. എന്നാൽ നല്ല ദേഷ്യത്തിലായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ ഗ്രിം റീപ്പറിന്റെ ഫുഡൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടാണ് അവനെ അവിടെ നിന്ന് എഴുന്നേക്കുന്നത്. പിന്നീട് കാണിക്കുന്ന ഈ ഡേഹി ആണെങ്കിൽ നമ്മുടെ യൂൺടെക്കിനെ വിളിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. അവള് നല്ല സന്തോഷത്തിലായിരുന്നു. അവിടെയാണെങ്കിൽ നമ്മുടെ ഈ യൂൺടെക്കും ഡേഹിയും കൂടി പരസ്പരം കണ്ടുമുട്ടും. രണ്ടുപേരും നല്ലതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുന്ന നമ്മുടെ ഗോബിളിനാണെങ്കിൽ നല്ലതുപോലെ ജലസ് അടിക്കാൻ തുടങ്ങും. അവൻ വിചാരിക്കും, അതായത് ഈ 29ാമത്തെ വയസ്സിൽ നമ്മളുടെ യൂൺടെക്ക് ഇത്ര സന്തോഷിക്കാനുള്ള റീസൺ ഒരു പക്ഷേ ഈ ഡേഹി ആയിരിക്കും എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രിം റീപ്പറിന്റെ സണ്ണിയുടെ കോൾ വരുന്നതാണ്. ഗ്രിം റീപ്പർ വേഗം തന്നെ ആ കോളും കൊണ്ട് ഗോബിളിന്റെ അടുത്തായിട്ട് വരും. എന്നിട്ട് ചോദിക്കും ഈ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യൂ എന്ന്. എന്നാൽ നമ്മുടെ ഗോബിളിനാണെങ്കിൽ പറ്റത്തില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂൺടെക്കും അതേപോലെ തന്നെ ഈ ഡേഹിയും കൂടി ഒരുമിച്ചിരിക്കാൻ നേരത്തെ അവരുടെ അടുത്തായിട്ട് നമ്മുടെ ഗ്രിം റീപ്പർ വരുന്നതാണ്. എന്നിട്ട് യൂൺടെക്കിനടുത്ത് പറയും, മര്യാദയ്ക്ക് ഈ കോൾ എടുത്തോണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവന്റെ കണ്ണിൽ നോക്കും, എന്നിട്ട് ഇവന്റെ പേര് നോട്ട് ചെയ്ത് വെക്കുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂൺടെക്ക് വേഗം തന്നെ ആ കോൾ എടുത്ത് സംസാരിക്കാനൊരുങ്ങും. അവിടെ നമ്മുടെ സണ്ണിയാണെങ്കിൽ ചോദിക്കും, നിങ്ങൾ ആരാണ്, നിങ്ങൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആണോ എന്ന്. കൂട്ടത്തിൽ തന്നെ സണ്ണിയാണെങ്കിൽ അവന്റെ അടുത്ത് മീറ്റ് ചെയ്യാൻ വരണോ എന്നും പറയും. ഇതൊക്കെ അറിയുന്നത് നമ്മളുടെ യൂൺടെക്ക് ആണെങ്കിൽ ഗ്രിം റീപ്പറിന്റെ അടുത്ത് വന്നിട്ട് കാര്യമൊക്കെ പറയാൻ തുടങ്ങും. എന്നിട്ട് പറയും, നാളെ അവളെ കാണാൻ ചെല്ലണോ എന്ന്. ഉടനെ തന്നെ ഗ്രിം റീപ്പർ ചോദിക്കും, അവൾ എൻ്റെ അടുത്ത് എന്തൊക്കെയായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ യൂൺടെക്ക് ആണെങ്കിൽ ആ സണ്ണി ചോദിക്കാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ഗ്രിം റീപ്പറിനെ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ഗ്രിം റീപ്പർ സണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അങ്ങനെ രണ്ടുപേരുടെ ഒരുമിച്ച് നടക്കാനൊക്കെ ഇറങ്ങും. പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മുടെ ഗ്രിം റീപ്പറിന് എമർജൻസി ആയിട്ട് പോവേണ്ട ഒരു ആവശ്യം വരും. ഉടനെ തന്നെ അവൻ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റത്തുള്ളൂ, എനിക്ക് വർക്ക് പരമായിട്ട് പെട്ടെന്നൊരു കോള് വന്നിട്ടുണ്ട്, ഞാൻ പോകുക എന്ന്. അങ്ങനെ നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ ബാക്കിയുള്ള ഗ്രിം റീപ്പറിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു റൂറലായിട്ടുള്ള ഏരിയയിലോട്ട് വരും. അവിടോട്ട് വരുന്നത് ഒരു ചെറുക്കൻ വന്ന് നമ്മുടെ ഗ്രിം റീപ്പറിനെ ഇടിക്കും. അവനാണെങ്കിൽ തൊട്ട് മുന്നേ നമ്മളുടെ ഗോബിളിനെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ ബാക്കിയുള്ള ഗ്രിം റീപ്പറിന്റെ അടുത്തൊക്കെ വന്നിട്ട് ഡ്രിങ്ക് ചെയ്യാനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ പേ ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ വാളറ്റ് നോക്കാൻ നേരത്തെ മനസ്സിലാവുന്നത്, അതായത് അവന്റെ വാളറ്റ് മറ്റേ ഇടിച്ച ചെറുക്കനില്ലേ അവൻ കട്ടെടുത്തോണ്ട് പോയി എന്ന്. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഗ്രിം റീപ്പേഴ്സ് എല്ലാം അവിടെ നിന്ന് അങ്ങ് അപ്രതീക്ഷയാവും. ഇവിടെ ആണെങ്കിൽ നമ്മളുടെ ഗ്രിം റീപ്പറാണ് പെട്ടുപോയേക്കുന്നത്. അവനാണെങ്കിൽ ഇപ്പോൾ പേയ്മെന്റ് ചെയ്യാനും പറ്റുന്നില്ല, അവൻ അവിടെ സ്റ്റക്കായി പോകും. അങ്ങനെ കടക്കാരാണെങ്കിൽ ഇവനെ നേരെ പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കും. അവസാനം പോലീസിലാണെങ്കിൽ നിൽക്കുന്ന നമ്മുടെ ഗ്രിം റീപ്പർ സഹായത്തിന് വിളിക്കുന്ന ഗോബിളിനെയാണ്. ഗോബിളിൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തും. എന്നിട്ട് ചോദിക്കും, ഇയാളെ നിങ്ങൾക്ക് അറിയാവോ എന്ന്. എന്നാൽ നമ്മുടെ ഗോബിളിനാണെങ്കിൽ ഗ്രിം റീപ്പറിനെ അറിയത്തില്ല എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോബിളിൻ ഓൾറെഡി ഗ്രിം റീപ്പറിൻ്റെ അടുത്തൊരു സഹായം ചോദിച്ചല്ലേ, ഡീഹിയുടെ മെമ്മറീസ് വായിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ഗ്രിം റീപ്പർ പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞത്. ഉടനെ തന്നെ ഗ്രിം റീപ്പർ പറയും, ഞാൻ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം എന്ന്. ഉടനെ തന്നെ ഗോബിളിനാണെങ്കിൽ നമ്മുടെ ഗ്രിം റീപ്പറിനെ സഹായിക്കാൻ റെഡിയാവും. വേഗം തന്നെ ഗോബിളിനാണെങ്കിൽ അവൻ്റെ കയ്യിരുന്ന കാർഡ് എടുത്ത് പോലീസിന് കൊടുക്കും. ഇത് കാണുന്നത് നമ്മുടെ ഗ്രിം റീപ്പർ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ഗോബിളിൻ്റെ കയ്യിൽ പോലും ബിസിനസ് കാർഡ് ഉണ്ട്, അതാണെങ്കിൽ നമ്മുടെ ഗ്രിം റീപ്പറിൻ്റെ കയ്യിലില്ലല്ലോ. അങ്ങനെ ഇവർ പുറത്തോട്ട് ഇറങ്ങി നടന്നു വരുന്നതും അവിടെയായിട്ട് നമ്മുടെ ഡ്യൂക്ക് വരും. അവനെ കാണുന്നത് നമ്മുടെ ഗ്രിം റീപ്പർ ചോദിക്കും, നിനക്കറിയായിരുന്നോ അതായത് ഈ ഗോബിളിൻ്റെ കയ്യിലായിട്ട് ബിസിനസ് കാർഡ് ഉള്ള കാര്യം. അപ്പോൾ നമ്മുടെ ഡ്യൂക്ക് പറയും, എൻ്റെ മുത്തശ്ശൻ നടത്തുന്ന കമ്പനിയുടെ എല്ലാ ഓണേഴ്സിൽ മെയിനായിട്ടുള്ള ഒരാൾ ഗോബിളാണ്, അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാർഡ് ഇല്ലാണ്ടിരിക്കുമോ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗ്രിം റീപ്പർ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. എന്നിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോബിളിൻ വീട്ടിൽ വന്നിട്ട് യൂൺടെക്കിനെ തിരയുന്നതാണ്. എന്നാൽ അവൾ ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോബിളിനാണെങ്കിൽ യൂൺടെക്കിനെ കോൾ ചെയ്യും. എന്നാൽ അവളുടെ കോളും കിട്ടത്തില്ല. ഗോബിളിനാണെങ്കിൽ നല്ലതുപോലെ ടെൻഷനാവും. അവൻ അങ്ങനെ നമ്മുടെ യൂൺടെക്കിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അതേസമയം തന്നെ നമ്മുടെ ഡ്യൂക്കിനെ കാണിക്കും. അവനാണെങ്കിൽ ആ വീട്ടിലോട്ട് വന്നിരിക്കുന്നതിന് ഗോബിളിന് ഒരു പെയിന്റിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോബിളിനാണെങ്കിൽ മരിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് അവൻ്റെ അച്ചാച്ചനെ കൊടുത്തില്ലായിരുന്നോ ഒരു പെയിന്റിങ് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ആ പെയിന്റിങ് അവൻ്റെ അച്ചാച്ചനാണെങ്കിൽ തിരിച്ച് ഗോബിളിനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഡ്യൂക്ക് വന്നിട്ട് പറയും, ഇത് ഗോബിളിന് കൊടുക്കണോ എന്ന്. ഇവിടെയാണെങ്കിൽ നമ്മളുടെ ഗ്രിം റീപ്പറും അതേപോലെ തന്നെ ഡ്യൂക്കും നല്ല ക്യൂരിയസ് ആയിരുന്നു. അങ്ങനെ രണ്ടുപേരോട് ചേർന്നിട്ട് ആ പെയിന്റിങ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. അതിനകത്തൊരു പെണ്ണിന്റെ പടമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കാണുന്നത് നമ്മളുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കാവും. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരും. ഗ്രിം റീപ്പർ ആണെങ്കിൽ അവൻ പോലും അറിയാണ്ട് നല്ലതുപോലെ കരയാൻ തുടങ്ങും. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗോബിളിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ യൂൺടെക്കിന്റെ പുറകെ നടക്കുന്ന കുറേ പ്രേതങ്ങളില്ലേ, അവരുടെ അടുത്ത് എല്ലാം വന്നിട്ട് ചോദിക്കും, യൂൺടെക്കിനെ കണ്ടായിരുന്നോ എന്ന്. അങ്ങനെ അവസാനം നമ്മുടെ ഗോബിളിനാണെങ്കിൽ യൂൺടെക്കിനെ കണ്ടുപിടിക്കും. അവളാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു ജോലി കണ്ടുപിടിച്ചായിരുന്നു, അതായത് ഈ കല്യാണത്തിൻ്റെയൊക്കെ ഇടയിലായിട്ട് വന്ന് പാട്ട് പാടുന്ന ഒരു സംഭവം. അങ്ങനെ നമ്മുടെ ഗോബിളിനാണെങ്കിൽ യൂൺടെക്കിനെ വിളിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലായിട്ട് വരാൻ വേണ്ടി ഒരുങ്ങും. അങ്ങനെ വരെ നടന്നു വരാൻ നേരത്തെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഗോബിളിൻ്റെ നെഞ്ചത്തായിട്ട് നല്ലതുപോലെ വേദനിക്കാൻ തുടങ്ങും. അതേസമയം തന്നെ അവൻ്റെ നെഞ്ചിലുള്ള ആ വാളില്ലേ അത് നല്ലതുപോലെ വിസിബിൾ ആവും. ഇത് കാണുന്നത് യൂൺടെക്കാണെങ്കിൽ ആ വാളിൽ കയറി പിടിക്കാൻ നോക്കും. അപ്പോൾ അവൾക്കത് പിടിക്കാൻ പറ്റുന്നുണ്ട്. അവൾ അതങ്ങനെ വലിച്ചൂരാൻ വേണ്ടിയിട്ട് നോക്കും. ആ വാളിങ്ങനെ പുറത്തോട്ട് വരുമായിരുന്നു. എന്നാൽ നമ്മുടെ ഗോബിളിന് നല്ലതുപോലെ വേദനിക്കാൻ തുടങ്ങും. നമ്മുടെ ഗോബിളിനാണെങ്കിൽ ആ ഒരു വേദനയുടെ എഫക്റ്റിൽ വേഗം തന്നെ നമ്മുടെ യൂൺടെക്കിനെ പിടിച്ചങ്ങ് തള്ളും. അവൾ
തെറിച്ചു പോയി വീഴും. പെട്ടെന്ന് തന്നെ അവക്കാണെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് ഗോബിളിനാണെങ്കിൽ വേഗം തന്നെ പറന്നു വന്നിട്ട് നമ്മളുടെ യൂൺടെക്കിനെ കയറി അങ്ങ് പിടിക്കും. ഇവിടെ നമ്മളുടെ യൂൺടെക്ക് ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. അവിടെയാണെങ്കിൽ മൊത്തത്തിൽ അലങ്കോലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യൂൺടെക്കും ഗോബിളിനും കൂടി വീട്ടിൽ വരുന്നതാണ്. അവിടെ നമ്മളുടെ യൂൺടെക്ക് ഗോബിളിൻ്റെ അടുത്ത് പറയും, കണ്ടില്ലേ, എനിക്ക് നിന്റെ വാളൂരാൻ പറ്റും, അതിൻ്റെ അർത്ഥം ഞാൻ തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ ബ്രൈഡ്. നമ്മുടെ യൂൺടെക്കാണെങ്കിൽ നല്ല ഹാപ്പി ആയിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്തില്ലേ അവൾ തന്നെയാണ് ഗോബിളിൻ്റെ ബ്രൈഡ് എന്ന്. എന്നാൽ നമ്മളുടെ ഗോബിളിനാണെങ്കിൽ അത്ര സന്തോഷമൊന്നും ഇല്ലായിരുന്നു. അവൻ്റെ കണ്ണിൽ കണ്ണീരായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇന്ന് ആ വാൾ ഊരിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഗോബിളിൻ ഇന്ന് തന്നെ മരിച്ചു പോയാനെ. അതൊക്കെ ആലോചിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഡ്യൂക്കിനെയാണ്. അവനാണെങ്കിൽ നോക്കുമ്പോൾ എന്തുവാ ഇന്റർനെറ്റിൽ മൊത്തവും കുറേ കാറുകൾ ഒരുമിച്ച് കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചതിനെ പറ്റിയാണ് കാണിച്ചേക്കുന്നത്. ഡ്യൂക്കിനാണെങ്കിൽ ഇത് കാണുന്നേ മനസ്സിലാവും ഇത് നമ്മളുടെ ഗോബിളിൻ്റെ പണി തന്നെയായിരുന്നു. വേഗം തന്നെ അവനാണെങ്കിൽ വന്നിട്ട് ഗോബിളിൻ്റെ അടുത്ത് ഇതിനെ പറ്റി ചോദിക്കും. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ അവൻ്റെ മുത്തശ്ശനെ വിളിച്ചിട്ട് ഇതെല്ലാം മായ്ച്ചു കളയാൻ പറയും. അങ്ങനെ നല്ല നല്ല എക്സ്പേർട്സിൻ്റെയൊക്കെ സഹായത്തോടെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് CCTV ക്യാമറയിലൊക്കെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ റിമൂവ് ആക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ ഡ്യൂക്ക് വന്നിട്ട് നമ്മളുടെ ഗ്രിം റീപ്പറിൻ്റെ അടുത്തും ഹെൽപ്പ് ചോദിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരുടെയും മെമ്മറീസ് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് ആ കാറിൻ്റെയൊക്കെ ഓണേഴ്സ് ഉണ്ടല്ലോ അവരുടെ എല്ലാ മെമ്മറീസ് മായ്ച്ചു കളയാനാണ്. അവസാനം നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ അതിന് റെഡിയാവും. അങ്ങനെ എല്ലാവരുടെയും മെമ്മറീസ് ഒക്കെ മായ്ച്ചു കളയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂൺടെക്കാണെങ്കിൽ ഡിയോക്കിനെ കണ്ടിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കുന്നതാണ്. അതായത് അവളാണെങ്കിൽ നമ്മുടെ ഗോബിളിൻ്റെ ഡയറി എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന ചൈനീസ് ലെറ്റേഴ്സൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുമെന്ന് ചോദിക്കും. ഡിയോക്ക് അത് വായിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൺടെക്ക് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് അങ്ങ് വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഡിയോക്ക് നേരെ വന്നിട്ട് ഗോബിളിൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അതായത് ഗ്രിം റീപ്പർ ആണെങ്കിൽ നിങ്ങളുടെ പെയിന്റിങ് ഓപ്പൺ ചെയ്ത് നോക്കി, ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ ഓപ്പൺ ചെയ്തിട്ട് അവസാനം ആ പെയിന്റിങ് കണ്ടിട്ട് അവൻ കിടന്ന് കരഞ്ഞു എന്ന്. അങ്ങനെ നമ്മുടെ ഗോബിളിനും ഡിയോക്കും കൂടി ചേർന്നിട്ട് ഗ്രിം റീപ്പർ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാണ് ഇവൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ പെയിന്റിങ് ഓപ്പൺ ചെയ്തത്, എന്നിട്ട് നീ എന്തിനാ അത് നോക്കി കരഞ്ഞത് എന്ന്. അപ്പോൾ നമ്മളുടെ ഗ്രിം റീപ്പർ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും, എനിക്കറിയത്തില്ല, ഞാൻ പെട്ടെന്ന് ഭയങ്കര ഇമോഷണലായി പോയി. ഈ പെണ്ണിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ളതുപോലെ തോന്നിയത്, അല്ല ഇത് ആരാ എന്ന് ചോദിക്കും. ഉടനെ തന്നെ നമ്മുടെ ഗോബിളിൻ പറയും, ഇതെൻ്റെ അനിയത്തിയാണ്, അതും കഴിഞ്ഞ ജന്മത്തിൽ, ഇവള് പുനർജന്മം എടുത്തിട്ടുണ്ടോ. ഉടനെ തന്നെ നമ്മുടെ ഗ്രിം റീപ്പർ പറയും, അതിനെപ്പറ്റി എനിക്കറിയത്തില്ല, ഞാൻ എന്തായിരുന്നാലും ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യൂൺടെക്കാണെങ്കിൽ വന്നിട്ട് ഗ്രിം റീപ്പറിനടുത്ത് ചോദിക്കുന്നേ, അല്ല നിങ്ങൾ എന്തിനാ എപ്പോഴും ഞങ്ങളുടെ കടയിലായിട്ട് വന്നിട്ട് ചിക്കൻ വാങ്ങിക്കാൻ വരുന്നേ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഗ്രിം റീപ്പർ പറയും, അത് ഞാൻ സണ്ണിനെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നേ എന്ന്. ഇത് കേൾക്കുന്നേ എല്ലാവരും ഒന്ന് ഷോക്കായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂൺടെക്കാണെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അവളുടെ മുമ്പിലായിട്ട് നമ്മുടെ ഗോബിളിൻ വന്നിരിക്കും. അവൾക്ക് നല്ലതുപോലെ ബെസ്റ്റ് വിഷസ് ഒക്കെ പറയും. കൂട്ടത്തിൽ തന്നെ അവളുടെ അമ്മയുടെ ആ ഒരു സ്കാർഫില്ലേ അതും എടുത്ത് അവളുടെ കഴുത്തിലായിട്ട് ഇട്ട് കൊടുക്കും. ഇത് കാണുന്നത് നമ്മളുടെ യൂൺടെക്കിന് ഭയങ്കര സന്തോഷം. അവൾ വിചാരിക്കും അവളുടെ ഇന്റർവ്യൂ നല്ല കിടിലമായിട്ട് തന്നെ നടക്കാൻ പോവുക എന്ന്. അങ്ങനെ അവൾ ബസ്സിനകത്ത് കയറിയിട്ട് നമ്മുടെ ഗോബിളിന് ടാറ്റയൊക്കെ പറയും. ആ സമയത്ത് നമ്മുടെ ഗോബിളിനാണെങ്കിൽ ഒരു വിഷയം വരും. അതായത് ഈ ബസ്സിനാണെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കാൻ പോവുക എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോബിളിനാണെങ്കിൽ അത് നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ നടക്കുന്ന എല്ലാ സംഭവങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ അവനാണെങ്കിൽ വേഗം തന്നെ ഒരു ഷോപ്പിൻ്റെ ഓണറിൻ്റെ അടുത്ത് വന്നിട്ട് അയാളുടെ കയ്യിരുന്ന സോക്സും കാര്യങ്ങളൊക്കെ അവൻ വാങ്ങിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ അതിനകത്ത് ഇടിച്ചിട്ടാണ് ആക്സിഡന്റ് നടക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ അതിലൊരു സൈക്കിളുകാരൻ പോവും. അവൻ തന്നെയാണ് നമ്മളുടെ ഗ്രിം റീപ്പറിന്റെ വോളറ്റും ഒക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയത്. അതേപോലെ തന്നെ ഇവൻ ഈ സൈക്കിളിനകത്ത് ഇങ്ങനെ സ്പീഡിന് പോകുന്നതും ആ കടക്കാരന്റെ ഷോപ്പിനകത്തായിട്ട് ഇടിച്ചിട്ട് അവൻ തെറിച്ചു വന്ന് വീഴും. അവസാനം ആ ബസ്സിന് ആക്സിഡന്റ് ആവും. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോബിളിനാണെങ്കിൽ വേഗം തന്നെ ഇവനെ വന്നിട്ട് ഇവന്റെ സൈക്കിളിനെ ചുരുട്ടി കൂട്ടിയെടുത്ത് അങ്ങ് എറിയും. എന്നിട്ട് ഇവനാണെങ്കിൽ കൊടുക്കേണ്ട പണിഷ്മെന്റും കൊടുക്കും. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രിം റീപ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ബസ് സ്റ്റാൻഡിലായിട്ട് നിൽക്കുന്നതാണ്. അവരെല്ലാവരും ഇപ്പം മരിക്കാൻ പോകുന്ന ആൾക്കാരുടെ ആത്മാവിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. പെട്ടെന്ന് തന്നെ അവരുടെ മുമ്പിലായിട്ട് ഒരു ബസ് കൊണ്ടുവന്ന് നിർത്തും. അതിനകത്ത് നമ്മളുടെ യൂൺടെക്ക് ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ ഗ്രിം റീപ്പറിനെ നോക്കിയിട്ട് ടാറ്റ കാണിക്കും. ഇത് കാണുന്നേ നമ്മുടെ ഗ്രിം റീപ്പർ ഭയങ്കര ഷോക്കായിപ്പോൾ. എന്താന്ന് വെച്ചാൽ ഈ ബസ്സിനായിരുന്നു ഇപ്പോൾ ആക്സിഡന്റ് നടക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് ഗ്രിം റീപ്പേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങളുടെ ആരുടെയും കയ്യിൽ ജിയോ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ഏതെങ്കിലും പേരുണ്ടോ എന്ന്. അപ്പോൾ അവർ പറയും, ഞങ്ങളുടെ ആരുടെയും കയ്യിൽ ആ പേരില്ല എന്ന്. അതായത് ഇവർക്ക് ഇവിടെ മനസ്സിലായി, അതായത് ഈ ബസ്സിനകത്ത് എക്സ്ട്രാ ഒരാൾ കയറിയിട്ടുണ്ട് എന്ന്. ആ ബസ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഗോബിളിനും ഉണ്ടായിരുന്നു. ഗോബിളിനെ കാണുന്നേ നമ്മുടെ ഗ്രിം റീപ്പറിനെ മനസ്സിലാവും ഇനിയിപ്പോൾ എന്തായിരുന്നാലും ആക്സിഡന്റ് നടക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ അവൻ പറയും, എന്തായിരുന്നാലും ഇന്നിവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ല, നമുക്ക് എല്ലാവർക്കും പോവാമെന്ന്. അങ്ങനെ നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ ഗോബിളിനെ വിളിച്ചുകൊണ്ട് ആത്മാക്കളെയൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു റൂമില്ലേ അവിടെയായിട്ട് വരും. എന്നിട്ട് അവരിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. അവിടെ നമ്മുടെ ഗോബിളിൻ
പറയും എനിക്ക് ആദ്യമേ മനസ്സിലായായിരുന്നു അവൾക്ക് ആക്സിഡന്റ് സംഭവിക്കാൻ പോവുകയെന്ന്, അതുകൊണ്ടാണ് ഞാൻ എല്ലാം ചേഞ്ച് ആക്കിയത്. അപ്പോൾ നമ്മളുടെ ഗോബ്ലിൻ ചോദിക്കും, അല്ല എന്നാലും നിനക്കാണെങ്കിൽ ഇതിനെപ്പറ്റി ഇൻഫർമേഷൻ കിട്ടിയിട്ട് നീ എന്താ എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റിയൊന്നും പറയാഞ്ഞേ? ഞാനാണെങ്കിൽ യൂൺടെക്കിന്റെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ കണ്ടായിരുന്നു, അതിൻ്റെ അർത്ഥം അവൾക്കൊന്നും സംഭവിക്കത്തില്ല എന്നല്ലേ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനൊരു ആക്സിഡന്റ് നടക്കുമെന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ നമ്മളുടെ ഗ്രിം റീപ്പർ പറയും, ആക്സിഡന്റ് സംഭവിച്ചാലും അവളുടെ ജീവനൊന്നും പറ്റത്തില്ലായിരുന്നു, അവൾ മരിക്കാണ്ട് ജീവനോടെ ഉണ്ടായിരുന്നേനെ. എന്തൊക്കെയായിരുന്നാലും നിന്നെ കാരണം ഇപ്പൊ എൻ്റെ കൂടെ വന്ന ഗ്രിം റീപ്പേഴ്സിനെല്ലാം എക്സ്ട്രാ പണിയെടുക്കേണ്ടതായിട്ട് വന്നില്ലേ? കാര്യം മരിക്കേണ്ട ആൾക്കാരെല്ലാം ഇപ്പൊ ജീവനോടെ അല്ലേ ഇരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഗോബ്ലിൻ ഗ്രിം റീപ്പറിന്റെ അടുത്ത് പറയും, ഞാൻ യഥാർത്ഥത്തിൽ യൂൺടെക്കിന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല വാൾ ഉരുക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നേ എന്ന്. അവളാണെങ്കിൽ ഇന്നലെ എൻ്റെ വാൾ പിടിച്ചായിരുന്നു, അത് വലിച്ചൂരാനും നോക്കിയായിരുന്നു, എങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ നമ്മുടെ ഗോബ്ലിൻ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ യൂൺടെക്കിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നേ. അവളവിടെ എക്സസൈസ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് തന്നെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അതിലൊരു വെള്ള ചിത്രശലഭം വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ യൂൺടെക്കിന്റെ അടുത്ത് പറയും, നീ ഒന്ന് അകത്തോട്ട് പോകും, എനിക്കൊരാളുടെ അടുത്ത് സംസാരിക്കാനുണ്ട് എന്ന്. അവിടെ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ചിത്രശലഭത്തിനെ നോക്കിയിട്ട് പറയും, എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്കാണെങ്കിൽ യൂൺടെക്കിന്റെ മരണത്തിനെ പറ്റിയിട്ടുള്ള വിഷം കാണിച്ചത്, ഞാൻ എൻ്റെ തീരുമാനം മാറ്റാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ സംസാരിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന യൂൺടെക്ക് വിചാരിക്കും അവന് പ്രാന്തായി എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ സണ്ണീരോടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഗ്രിം റീപ്പർ സണ്ണിയുടെ ചോദിക്കും, നിന്റെ യഥാർത്ഥ പേര് എന്തുവാണ്? അപ്പോൾ അവൾ അവിടെ പറയും, എൻ്റെ യഥാർത്ഥ പേര് കിം ഷൻ എന്നാണെന്ന്. അതേസമയം തന്നെ നമ്മുടെ ഗോബിളിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ടെമ്പിളിലായിട്ട് വന്നിട്ട് 2 ലാൻഡേൺ പറത്താൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. അതിനകത്താണെങ്കിൽ ഒന്നിൽ അവനാണെങ്കിൽ അവൻ്റെ പേരും രണ്ടാമത്തേൽ അവൻ്റെ അനീതിയുടെ പേരുമാണ് എഴുതുന്നത്. അനീതിയുടെ പേര് എഴുതുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രിം റീപ്പറിൻ്റെ നെഞ്ചത്തായിട്ട് നല്ലതുപോലെ വേദനിക്കാൻ തുടങ്ങും. അവനിവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ സണ്ണിയുടെ ആ മെമ്മറീസിലെ അതങ്ങ് വായിച്ചു കളയും. എന്നിട്ട് പറയും, നീ ഇവിടെ നിന്ന് പൊക്കോണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഡ്യൂക്കാണെങ്കിൽ അവൻ്റെ മുത്തശ്ശനടുത്ത് സംസാരിക്കുന്നതാണ്. മുത്തശ്ശനാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, എൻ്റെ കാലശേഷം നീ വേണം ഗോബിളിനെ സെർവ് ചെയ്യാനെന്ന്. അപ്പോൾ നമ്മുടെ ഡ്യൂക്ക് ചോദിക്കും, അയാളുടെ ദേഹത്തായിട്ടൊരു വാളില്ലേ? ഉടനെ തന്നെ ഈ മുത്തശ്ശൻ പറയും, നീ ഒരിക്കലും ഇക്കാര്യം ഗോബിളിൻ്റെ അടുത്ത് പറയരുത്, നിനക്ക് ഇതിനെപ്പറ്റി അറിയാമെന്ന്, അത് അവന് കിട്ടിയ ശിക്ഷയുമാണ്, അതേപോലെ തന്നെ വരവുമാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗോബിളിനാണെങ്കിൽ ഒരു ബുക്ക് സ്റ്റോറിലായിട്ട് വന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുന്നതാണ്. അതായത് നമ്മളുടെ യൂൺടെക്ക് ആണെങ്കിൽ ഇതുവരെ അവൻ്റെ വാളെടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു 100 വർഷം കൂടി അവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അവളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ അവനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നേ. പെട്ടെന്ന് തന്നെ അവൻ്റെ വഴിയെല്ലാം അങ്ങ് ബ്ലോക്ക് ആവും. അതായത് ഇപ്പോൾ ദൈവം അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പെട്ടെന്ന് തന്നെ എപ്പോഴും നമ്മുടെ ഈ സീരീസിനകത്ത് കാണിക്കുന്ന ഒരു ലേഡിയിലെ അവരിങ്ങനെ നടന്നു വരും. എന്നിട്ട് അവർ വന്നിട്ട് നമ്മുടെ ഗോബിളിൻ്റെ അടുത്ത് പറയും, മര്യാദയ്ക്ക് നീ വേഗം തന്നെ വാളൂരി ഈ ലോകത്ത് നിന്ന് പൊക്കോണം, നീ ആവശ്യത്തിന് ജീവിച്ചു എന്നാ പെങ്കൊച്ചി ഇതുവരെ അവളുടെ ജീവിതം ജീവിച്ചിട്ടില്ല എന്ന്. ഉടനെ തന്നെ ഗോബിളിൻ ചോദിക്കും, നിങ്ങളെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ അവർ പറയും, നീ നിന്റെ വാൾ ഊരിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളുടെ ജീവനാണ് ആപത്ത് വരാൻ പോകുന്നത്, അവൾക്ക് ഇത്രയും നാളും വന്നുകൊണ്ടിരുന്ന അപകടമല്ല അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നീ തന്നെയാണ് അവൾക്ക് ഈ വരം കൊടുത്തത് എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ഗോബിളിൻ തന്നെയല്ലേ ഇവളുടെ ജീവൻ പണ്ട് തന്നെ രക്ഷിച്ചത്. അപ്പോൾ ഈ ലേഡി പറയും, ഇത്രയും നാളും അവൾക്ക് വന്ന ആക്സിഡൻസ് എല്ലാം ഇതിൻ്റെ പേരിൽ വന്നതാണ്, നിന്റെ കൈകൊണ്ട് തന്നെ അവള് മരണത്തിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടില്ലേ, അതൊക്കെ ഇതിൻ്റെ റീസൺസ് ആണ്, അതുകൊണ്ട് വേഗം തന്നെ അവളെ കൊണ്ട് വാൾ ഊരിപ്പിക്കണം എന്ന്. അവിടെ നമ്മുടെ ഗോബിളിൻ ചോദിക്കും, എനിക്ക് കുറച്ച് സമയം കൂടി തന്നൂടെ, എനിക്ക് അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കേൾക്കുന്നതും ആ ലേഡി അങ്ങനെ അധികം ഒന്നും പറയാൻ നിൽക്കത്തില്ല. എന്നിട്ട് പറയും, വേഗം തന്നെ നീ നിന്റെ തീരുമാനം എടുത്തോണോ എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോവും. നമ്മുടെ ഗോബിളിൻ ഇപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഗോബിളിനാണെങ്കിൽ അവൻ്റെ ഇഷ്ടം യൂൺടെക്കിൻ്റെ അടുത്ത് തുറന്ന് പറയണമെന്നുണ്ട്, എന്നാൽ അവന് അത് സാധിക്കുമോ എന്നുള്ള കാര്യം പോലും ഇപ്പോൾ ഡൗട്ടല്ലേ. അതേസമയം തന്നെ നമ്മുടെ യൂൺടെക്ക് ആണെങ്കിൽ ഗ്രിം റീപ്പറിൻ്റെ അടുത്ത് ചോദിക്കും, അതായത് ഗോബിളിൻ്റെ വാൾ ഊരിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നേ എന്ന്. അവിടെ നമ്മളുടെ ഗ്രിം റീപ്പർ സത്യമെല്ലാം പറയും. അതായത് ഗോബിളിൻ്റെ വാൾ ഊരിക്കഴിഞ്ഞാൽ അവൻ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാവും എന്ന്. ഇതറിയുന്നേ നമ്മുടെ യൂൺടെക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കും. അവളാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യം എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ലായിരുന്നല്ലോ. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.